നരകത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടും. ദുർമാർഗികൾ നേർക്കന്നതും ഗർജിച്ചിടും. 1 വർഷം വഴി ദൂരത്തു നിന്നവർ കേട്ടിടും. എന്നുള്ളതും നീ നോക്ക് സ്വാവിയിൽ കണ്ടിടും. കൈകാലുകൾ ബന്ധിച്ചിടുങ്ങിയ സ്ഥാനമിൽ എറിയപ്പെടും എന്നാണ് നരകക്കുണ്ടതിൽ. അടിത്തട്ടിലേക്കവർ വീണു പോയാൽ അന്ന് വിളിക്കുന്നതാണപ്പോൾ സുബൂറ എന്ന്. ഇരിതിയിൽ വിളി തുടരുവിൻ എന്നുള്ളതാ അവർക്കുള്ള മറുപടി എന്ന് ഖുർആൻ വന്നതാ. ശിക്ഷിക്കുവാൻ അതിലുള്ളതാണ് അംലാക്കുകൾ. ദയമെന്നതേ അവർക്കില്ല ഉരമാ കൽബുകൾ. സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദേഷ്യത്താലാ. ചലിക്കുന്നതും റബ്ബിൻ്റെ കൽപ്പന പോലാ. ആഹാരം എങ്ങനെ ഇഷ്ടമാണോ ഇൻസിന്, അതുപോലെയാ ശിക്ഷിക്കലും അംലാക്കിനെ. സുഹൃത്തുക്കളെ അവർക്കുള്ള ശക്തിയും ഊറ്റമാ. ഉദയാസ്തമാനം തന്നെ ചുമലിട ദൂരമാ. ഗത കൊണ്ടടിച്ചാൽ വീഴും 70,000. നരകത്തിനടിയിൽ താഴും അവരാ അവസരം. ഇതുപോലെ തന്നെ ഹദീത്ത് കാണാം സ്വാവിയിൽ 175 4-ാം ഭാഗമിൽ. നരകത്തിലുള്ളവർക്കുള്ള തുണിയിൽ ഒന്ന് ആകാശഭൂമി ഇടയ്ക്ക് തൂക്കിയിടുന്ന്. അതിനുള്ള ദുർഗന്ധം ശ്വസിച്ചാൽ പിന്നെ ഭൂലോകവാസികൾ തുലയുമെന്നാ പൊന്നേ. ജിബ്രീൽ നബിയോട് ഇപ്രകാരം വിശദമായി വിവരിച്ചതായി കാണാം മശാരിഖിൽ വ്യക്തമായി. ഈ ജബലിൽ 1 മുഴം സിൽസിലത്തതിൽ നിന്ന് വെച്ചാൽ അത് 7-ാം ഭൂമി വരെ ഉരുകുന്ന്. സുഹൃത്തുക്കളെ നബി മുസ്തഫ പറയുന്നു, നരകത്തിലേറ്റം ശിക്ഷ താണവനന്ന്. കൊടുക്കുന്നതാ തീയാല 2 ചെരിപ്പുകൾ. ധരിച്ചാലുടൻ പതക്കുന്നതാ തലച്ചോറുകൾ. ഉരുളിക്കകം ചൂടേറ്റതായി തിളക്കുന്ന എണ്ണയ്ക്ക് സാമ്യം എന്ന് തോന്നുമതെന്നാ. അതുമാത്രമല്ല അവനുള്ള ചെവികൾ 2ഉം തീക്കട്ടയായി മറിയുന്നതാണ് അടപ്പല്ലും. കൂടാതെ ചുണ്ടുകൾ 2ഉം അപ്പോൾ തന്നെ ജ്വലിക്കുന്നതാ തീയാൽ. അതെല്ലാം പൊന്നെ. എന്തിന് പറയുന്നുള്ളിലെ കുടലൊക്കെയും പുറത്തേക്ക് വരുമെന്നാണ് കാലിൽ കൂടിയും. നരകത്തിൽ ഇന്നേറ്റം ഭയങ്കര ശിക്ഷയും അവനുള്ളതായെന്നാണ് ഭാവന തന്നെയും. തൻബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. അത് ബാബു സിഫത്തിന്നാർ അതിൽ വിവരിച്ചതാ. നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ. വിഷമൂത്ത പാമ്പതിലുണ്ട് ഉഗ്രം തേളുകൾ. തേളിൻ്റെ പല്ലിന് നഖ്ല് പോലാ നീളവും എന്ന് ഇബ്നു മസ്ഊദാൽ പുലർന്നീ വാക്യവും. കൂടാതെ അവർക്കെത്തുന്നതാണൊരു ദാഹവും. അപ്പോൾ അവർ തെണ്ടുന്നു കിട്ടാൻ വെള്ളവും. വർഷം 1000 തെണ്ടിയാൽ ഒരു മേഘവും വെളിവാകും. അപ്പോൾ വരും അവർക്കതിൽ മോഹവും. സുബ്ഹാന റബ്ബി ചൊരിയുമേ അതിൽ നിന്ന്. തേളിൻ്റെ കൂട്ടം കുതിര പോലിരിക്കുന്നേ. വർഷം 1000 എത്തിയെന്നാൽ തന്നെ അത് കുത്തിയാൽ മാറാത്ത വേദന പൊന്നേ. വീണ്ടും അവർ മഴ കിട്ടുവാൻ മോഹിക്കുമേ. അപ്പോൾ കറുത്തൊരു മേഘവും വെളിവാകുമേ. മഴയുള്ള മേഘം എന്നവർ പറയുന്നതാ. ഉടൻ തന്നെ ഉഗ്രൻ പാമ്പുകൾ പെയ്യുന്നതാ. അത് കാഴ്ചയിൽ ഇബിലിൻ്റെ പിടലികൾ പോലെയാ. കടിച്ചാൽ അവസ്ഥയും മേൽ പറഞ്ഞതു തന്നെയാ.